ഇനി നേരെ ഉറുദു പദ്യം ചൊല്ലൽ വേദിയിലേക്ക് പോകാം. അവിടെ ഒരു ടീച്ചറും കുട്ടിയും ഇരിപ്പുണ്ട്. അവർക്ക് രണ്ടുപേർക്കും ഒരു സാമ്യതയുണ്ട്. അതെന്താണെന്ന് കണ്ടറിയാം. വർഷം 2015 കേരളത്തിന്റെ കലാകൗമാരം കോഴിക്കോടെത്തി ആടിത്തകർത്തപ്പോൾ ഉറുദു പദ്യം ചൊല്ലൽ വേദിയിൽ പാടുകയായിരുന്നു ഈ 16 വയസ്സുകാരി അർച്ചന. ഒരു പതിറ്റാണ്ടിനിപ്പുറം കലാകേരളം തൃശ്ശൂരിലേക്ക് വിരുന്നെത്തിയപ്പോഴും അതേ ഉറുദു പദ്യം ചൊല്ലൽ വേദിയിൽ അർച്ചനയുണ്ട്. ഇത്തവണ പാടാനല്ല, മത്സരാർത്ഥി വേഷം അഴിച്ചുവെച്ച് അധ്യാപികയായാണ് ഈ ഇരിപ്പ്. വേദിയിൽ മറ്റാരുമല്ല, അർച്ചന ടീച്ചറുടെ പ്രിയ ശിഷ്യ ദിയ. ശ്രദ്ധിക്കേണ്ടത് പാട്ടാണ്. ടീച്ചർ അന്ന് പാടിയ അതേ പാട്ടാണ് ഇന്ന് ടീച്ചറുടെ കുട്ടിയും പാടുന്നത്. വിശ്വവിഖ്യാതനായ ഉറുദു കവി കെയ്ഫി അസ്മിയുടെ ഔറത്ത്. ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ് പെണ്ണെ നീ പുറത്തു കടക്കണം. ആ ചങ്ങലക്കെട്ടുകൾ സ്നേഹത്തിൻ്റെതാണെങ്കിൽ പോലും നീ അത് ചെയ്യണം. പെണ്ണുങ്ങൾക്ക് വേലി തീർത്ത പരമ്പരാഗത സങ്കല്പങ്ങളെയെല്ലാം പൊളിച്ചെഴുതണമെന്ന് ആസ്മി ഉദ്ധരിച്ച് ദിയ ശബ്ദമുയർത്തി പാടിയപ്പോൾ അർച്ചന ടീച്ചർ വേദിയിലിരുന്ന് അവൾക്കൊപ്പം പാടി. 90കളുടെ തുടക്കത്തിൽ കവി വാദിച്ചതെന്തിനോ അതിനുവേണ്ടി തന്നെ. അർച്ചന ടീച്ചറുടെ ശിക്ഷണത്തിൽ തുടർച്ചയായ 4ാം തവണയും +1 വിദ്യാർത്ഥിനിയായ ദിയ സംസ്ഥാന കലോത്സവത്തിനെത്തിയപ്പോൾ അനിയൻ ധ്യാൻ ഹൈസ്കൂൾ വിഭാഗത്തിലും മത്സരിക്കുന്നുണ്ട്. പാട്ടും ഗുരുവും ഒന്നു തന്നെ. അതിന്റെ സന്തോഷത്തിലാണ് അർച്ചന ടീച്ചർ. വളരെയധികം സന്തോഷമുണ്ട്. രണ്ടുപേരെയും ട്രെയിൻ ചെയ്ത് ഞാൻ അവരുടെ രണ്ടുപേരുടെയും മാത്സ് ടീച്ചറാണ്. എനിക്ക് വളരെയധികം സന്തോഷം രണ്ടുപേരെയും സ്റ്റേറ്റിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ. മേരേ ജാൻ മേരേ സാത്ത് ഹി ചലനാ ഹി തുജേ ഉഠ് മേരി ജാൻ മേരേ സാത്ത് ഹി ചലനാ ഹേ തുജേ. എന്റെ പ്രിയപ്പെട്ടവളെ, നീ ഉണരണം, എന്നിട്ട് എനിക്കൊപ്പം വരണം. കെയ്ഫ് അസ്മി തന്റെ കവിതയിലുടനീളം പറയുന്ന വരികളാണിത്. സ്ത്രീ ശാക്തീകരണം വേണമെന്നാവശ്യപ്പെടാൻ ഇതിലും മികച്ച വരികൾ വേറെ എവിടെയാണ് ലഭിക്കുക? ക്യാമറ പേഴ്സൺ ബബീഷ് കക്കോടിക്കൊപ്പം അരുൺ രാജ്, മീഡിയ 1.